സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയുണ്ടെന്നും തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സനിസ ശോഭ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എന്തൊക്കെ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു? ജിൽസി, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. നാളെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊന്നുമില്ല. ഈ മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പോൾ തെക്കു പടിഞ്ഞാറൻ രാജസ്ഥാനിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. കൂടാതെ തന്നെ നാളെ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ ബംഗ്ലാദേശ് തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെടാനും ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ അലർട്ടുകളിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകും. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവാനും അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. ഈ ഓറഞ്ച് മഴയ്ക്ക് അതിശക്തമായ മഴയ്ക്കും കാറ്റിനുമൊപ്പം കടലാക്രമണത്തിനുമുള്ള ഒരു സാധ്യതയുമുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനുമുള്ള സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഇവിടങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ സംസ്ഥാനത്ത് അലർട്ടുകളിലൊക്കെ വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാവും. വരുന്ന 5 ദിവസങ്ങളിൽ ഇത്തരത്തിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. മലയോര മേഖലകളിലും തീരദേശ മേഖലയിലും അതുപോലെ തന്നെ കാറ്റുള്ള ഒരു സാഹചര്യത്തിൽ എല്ലായിടങ്ങളിലും സംസ്ഥാനത്താകമാനം മഴ കുറഞ്ഞ ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഏത് നിമിഷവും മഴ കനക്കാവുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ജിൽസി.